ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം വന്ന് നിറയുന്ന സമയമാണ് ഈ ആരാധനയുടെ സമയം. സാധിക്കുന്നവർ മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈശോയെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാം. ഇതായി അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി തിരുവോസ്തിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം ഇതായി അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി തിരുവോസ്തിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം വരൂ സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. കുമ്പിടാം, നമുക്കാരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന സമയം, ക്രൂശിതനായ കർത്താവിനെ നമ്മൾ ധ്യാനിക്കുന്ന സമയമാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കർത്താവിൻ്റെ പീഡാസഹനത്തെ നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിനെ തന്നെ മനസ്സിലാക്കാൻ, അവിടുത്തെ സ്നേഹം അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗം നമുക്കിപ്പോൾ എടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 44-ഉം 45-ഉം വചനങ്ങൾ എടുക്കുക. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 44-45 തിരുവചനങ്ങൾ. ഇതിൻ്റെ ശീർഷകമായിട്ട് കൊടുത്തിരിക്കുന്നത് പീഡാനുഭവത്തെക്കുറിച്ച് 2-ാം പ്രവചനം. ആദ്യത്തെ പ്രവചനം കഴിഞ്ഞ് 2-ാം പ്രാവശ്യം കർത്താവ് പ്രവചിക്കുന്നത് കാണാൻ സാധിക്കും. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അതത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. കർത്താവ് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതവർക്ക് മനസ്സിലായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില കാര്യങ്ങളിപ്പം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഇതൊക്കെ കാണുമ്പോൾ ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിനേക്കാൾ നമുക്ക് ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് കർത്താവായ യേശുവിൻ്റെ പീഡാസഹനം. അതിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന അവിടുത്തെ ആ വലിയ സ്നേഹം. ഈ സ്നേഹം നമ്മൾ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യത്വത്തിന് അത് നമ്മെ ഒരുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതുമായി ചേർന്ന് പോകുന്ന വചനഭാഗമാണ് ലൂക്ക 14
25, 26 വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 14 അധ്യായം 25 മുതൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. ഈ പഠനം കഠിനമായി നമുക്ക് തോന്നിയേക്കാം. കർത്താവ് ഗഹനമായ പഠനങ്ങൾ നൽകിയപ്പോഴൊക്കെ പലരുടെയും മനസ്സിക്കോടെ പോയ ചിന്ത അതുതന്നെയായിരുന്നു. ഈ വചനം കഠിനമാണ്. യോഹന്നാൻ 6 അധ്യായത്തിൻ്റെയും കാതലായൊരു സന്ദേശം അതുതന്നെയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് ആഴമായ പഠനം നൽകിയപ്പോൾ ശിഷ്യന്മാർ പോലും പറഞ്ഞു, ഇത് കഠിനമാണ്, ഇതാർക്ക് അംഗീകരിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവർ, നമ്മൾ ബുദ്ധിമുട്ടുള്ള ഈ ഒരു കാര്യം പഠിച്ച് ജീവിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ആത്മീയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു പരീക്ഷയ്ക്ക് ആൻസർ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ആൻസർ നന്നായിട്ട് പഠിച്ച് നമ്മൾ ഉത്തരം കൊടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിന് കൂടുതൽ മാർക്ക് കിട്ടും. എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനും എടുക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സന്തോഷത്തോടെ എടുക്കാൻ നമ്മൾ സന്മനസ് കാണിച്ചാൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാവും. അതാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള സഹനം. അവരെ മനസ്സിലാക്കി സന്തോഷത്തോടെ എടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ആത്മീയ തലത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുക. ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം സകലത്തിൻ്റെയും ഉടയവനായ ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ഈ ദൈവത്തെ നമുക്കിപ്പോൾ ആരാധിക്കാം, സ്തുതിക്കാം, വിളിച്ചപേക്ഷിക്കാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ദാനിയേലേപ്പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ, ദാവീദിനെപ്പോൽ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാനിയേലേപ്പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ, ദാവീദിനെപ്പോൽ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ, സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഹൃദയത്തുടിപ്പുകളോടെ
നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കുമെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ലോകത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ലോകത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ ഹൃദയത്തോടെ മുഴുശക്തിയോടെ അല്പസമയം നമുക്ക് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവിടുത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആരാധനയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംസ്ഥാനങ്ങളിൽ ഇരിക്കാം. ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നതോടൊപ്പം അല്പസമയം നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും ദൈവിക ചിന്തകൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മെ വലിയ ആത്മീയ അഭിഷേകത്തിലേക്ക് നയിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കർത്താവിൻ്റെ പീഡാസഹനം ധ്യാനിച്ചുകൊണ്ട് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നവരായി മാറുവാനുള്ള അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ പീഡാസഹനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹമാണ്, നമ്മളോടുള്ള അളവറ്റ സ്നേഹം. നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ മദർ തെരേസ സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ സ്നേഹം അത് ആത്മാർത്ഥത ഉള്ള സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തെ പ്രതി നമ്മൾ നൊമ്പരമെടുക്കാൻ തയ്യാറാകും, ത്യാഗമെടുക്കാൻ തയ്യാറാകും, വില കൊടുക്കാൻ തയ്യാറാകും, സ്വയം ശൂന്യവൽക്കരിക്കാൻ തയ്യാറാകും. ഇതെല്ലാം ആത്മാർത്ഥമായ സ്നേഹം ഉള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് യേശു നമ്മോട് കാണിച്ചത്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക്, സഹനത്തിലേക്ക്, പ്രത്യേകിച്ച് പീഡാസഹനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക, നമുക്ക് വേണ്ടി നൊമ്പരമെടുത്ത ദൈവം, നമുക്ക് വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ച ദൈവം, നമുക്ക് വേണ്ടി സ്വയം മറന്ന, സ്വയം പരിത്യജിച്ച യേശുക്രിസ്തുവിനെയാണ് നമ്മൾ കാണുക. നമുക്ക് കാണാൻ സാധിക്കും ഈ സഹനം എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ച് 2-3 കാര്യങ്ങൾക്ക് ഈ സഹനം വരുമ്പോഴാണ് അത് കൂടുതൽ അർത്ഥവത്താകുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ സ്നേഹിക്കാൻ, ആ സ്നേഹത്തെ പ്രതി സഹനമെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ സഹനം എടുക്കാൻ സന്നദ്ധരാകാതെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന് രാവും പകലും ഇരുന്ന് പറഞ്ഞാലും അത് സ്നേഹമാകണമെന്നില്ല. സ്നേഹിക്കുന്നവർ ആ സ്നേഹിക്കുന്ന വ്യക്തിയെ പ്രതി സഹനമെടുക്കാൻ തയ്യാറാകും. പ്രത്യേകിച്ച്
കർത്താവ് നമ്മളോട് പാപം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ആ ഒരു ത്യാഗം, അതാണ് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. രണ്ടാമത്തെ കാര്യം, ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾ സഹനം എടുത്തേ പറ്റൂ. ആത്മീയ വളർച്ച, സ്നേഹവും സഹനവും ഈ സൂര്യനും പ്രകാശവും പോലെ ഒന്നിച്ചു പോകുന്നതെന്നാണ് പറഞ്ഞത്. അത് വിശുദ്ധ ജിയാന ബെറേറ്റ അവർ പറയുന്നത്, സ്നേഹത്തിൽ വളരണമെങ്കിൽ സഹിക്കാൻ നമ്മൾ തയ്യാറാകണം, സഹനമെടുക്കാൻ കഴിയണമെങ്കിൽ സ്നേഹത്തിൽ നമ്മൾ വളരണം. ഇവ പരസ്പരം പൂരകങ്ങളാണ്. അപ്പം അതുകൊണ്ട് സൂര്യനും പ്രകാശവും അത് എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നോ അതുപോലെ സ്നേഹവും സഹനവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായിട്ടാണ് ഈ വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമതൊരു കാര്യം, ദൈവരാജ്യം അവകാശമാക്കാൻ സഹനം ഏറ്റെടുത്തേ പറ്റൂ. നമ്മൾ വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. നമ്മൾ സ്വർഗത്തിന് അർഹരാകണമെങ്കിൽ, ദൈവരാജ്യത്തിന് അർഹരാകണമെങ്കിൽ ആ ദൈവരാജ്യത്തെ പ്രതി സഹിക്കാൻ തയ്യാറാകണം. എന്തും സ്വജീവൻ പോലും ത്യജിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഇതിനുള്ള അർഹത നമുക്ക് ലഭിക്കുന്നത് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. സഭാ പഠനം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ 2 തരം സഹനങ്ങളെക്കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 1-ാമത്തെ നമ്പർ, അതുപോലെ 845-ാമത്തെ നമ്പർ, ഈ 2 പാരഗ്രാഫ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സഹനം പാപത്തിൻ്റെ പരിണതഫലമായിട്ട് വരാം. അതൊരു തരം പാപത്തിൻ്റെ പരിണതഫലമായിട്ട്. റോമാലേഖനം 2-ാം അധ്യായം 9-10 വചനങ്ങൾ വായിച്ചാൽ, പാപം ചെയ്യുന്ന ഏത് വ്യക്തിക്കും, അവൻ യഹൂദനോ അവൻ ഗ്രീക്കാരനോ ആകട്ടെ, ഏത് വ്യക്തിക്കും ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. പറയുകൊണ്ട് പാപത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ സങ്കീർത്തനം 107:17 മുതൽ വായിക്കുമ്പോഴും ഈ കാര്യം വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങൾ മൂലം അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു, മൃത്യകവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ കർത്താവിനോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി. അപ്പോൾ ഈ മൃത്യകവാടങ്ങളെ സമീപിക്കുമ്പോഴും നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തടത്തും നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അവിടെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1472 വായിച്ചാൽ മാരകപാപം, ലഘുപാപം ഇവ വേർതിരിച്ച് കാണിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. മാരകപാപം എന്ന് പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ആ ലംഘനം നടത്തുന്നത് അറിവോടും സമ്മതത്തോടും കൂടിയാണെങ്കിൽ അതാണ് മാരകപാപം. അല്ല എങ്കിൽ ലഘുപാപം. ഇനി പാപം ലഘുപാപമാണെങ്കിലും മാരകപാപമാണെങ്കിലും അതിൻ്റെ പരിണത ഫലമായിട്ട് നമ്മൾ സഹനങ്ങൾ, ക്ലേശങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് ദൈവവചനവും സഭയും ഒരുപോലെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിനി 2-ാമത്തെ ഒരു സഹനത്തെക്കുറിച്ച് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മതബോധന ഗ്രന്ഥം അതിന് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, രക്ഷാകര സഹനം. മറ്റേത് പാപത്തിൻ്റെ പരിണതഫലമായിട്ട് വന്നിരിക്കുന്നത്, ഇത് രക്ഷാകരമായ സഹനം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1508 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ രക്ഷാകരമായ സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സഹനം നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുത്താൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യത്തിന് വേണ്ടിയാണ് ഈ സഹനം നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കേണ്ടത്. ഈ ഒരു പാരഗ്രാഫ് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. 1, പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ അല്പം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അത് ഞാനും കേട്ടിട്ടുണ്ട്. ഈ സോഫായിലിരുന്നോ കസേരയിലിരുന്നോ പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരുന്ന കാര്യം മുട്ടുകുത്തി, അല്ലെങ്കിൽ ചരലിൻ്റെ മുകളിലേക്ക് മുട്ടും കുത്തി ത്യാഗമെടുത്ത് വേണേ ഒരു ഉപവാസം അനുഷ്ഠിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നടന്നു. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടാൻ, അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ സഹനമേറ്റെടുത്ത് ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്തേത്,
മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ അതിന് ഫലം കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. ചിലർക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്താ എന്തെങ്കിലും മാറ്റമായോ? കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം ത്യാഗമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി സഹനം ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങൾ അത് പരാതി കൂടാതെ, പരിഭവം കൂടാതെ, അത് സന്തോഷത്തോടെ എടുത്ത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഫലമണിയുന്നത് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമതൊരു കാര്യം, എത്ര പ്രാർത്ഥിച്ചാലും കാര്യങ്ങൾ ഇത് ലഭിക്കാതെ വന്നിട്ടും അവിടെ നിരാശപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ത്യാഗമില്ലാത്ത പ്രാർത്ഥനയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് കിട്ടാതെ വരുമ്പോൾ നമ്മളവിടെ മനസ്സ് മടുത്തിട്ടേച്ച് പോകും. നമ്മൾ കാണുന്നുണ്ട് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചു, ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷെ അവൻ്റെ ശരീരത്തിലെ മുള്ളു മാറിയില്ല. എന്നിട്ടും അവൻ ദൈവത്തെ വിട്ടുപോയില്ല. കാരണം അവനൊരു സ്വരം കേൾക്കാൻ പറ്റി, നിനക്കെൻ്റെ കൃപ മതി. അപ്പം അതുകൊണ്ട് ശരിക്കും നമ്മൾ സഹനമെടുത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ആ വലിയ അനുഭവം നമുക്കുണ്ടാകും. ഏതാനും നിമിഷങ്ങൾ നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാം. നമുക്ക് വേണ്ടി പാടുപീഡ സഹിച്ച, നമുക്ക് വേണ്ടി മുൾമുടി ധരിച്ച കർത്താവിനെ മനസ്സിൽ കാണാം. ഈ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ, അതിന് നന്ദി പറയാതെ, അതിനനുസരിച്ച് ജീവിക്കാതെ നാം നമ്മുടേതായ രീതിയിൽ പലപ്പോഴും ജീവിച്ചവരായിരിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾമുടി ധരിച്ച കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അനുതാപത്തിൻ്റെ കൃപയ്ക്കായിട്ട് ഈ ഗാനത്തിലൂടെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോ, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളിൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ലയിച്ചിരിക്കാം. കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുപറ്റാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമായി നമ്മൾ കാണണം, അപമാനമായി കാണരുത്. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ടതുപോലെ എടുക്കാൻ സാധിച്ചാൽ അതെല്ലാം ആത്മീയ കരുത്ത് നമുക്ക് പകരും. യാക്കോബ് 1:12 നമ്മൾ വായിക്കുന്നതാണ്. പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷകളിൽ നമ്മൾ വിജയം വരിക്കുന്നെങ്കിൽ നമുക്ക് വലിയ വിലയുണ്ടാവും. പത്രോസ് 1:7 നമ്മൾ കാണുന്നതാണ്. ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസം, പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം
സ്വർണത്തേക്കാൾ, ഏറ്റവും ശുദ്ധമായ സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. പ്രഭാഷകൻ 2:5 നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് സ്വീകാര്യരായവരെ ദൈവം അഗ്നിശോധന ചെയ്യും, സഹനത്തിൻ്റെ തീച്ചൂളയിൽ അവരെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നാം നഷ്ടധൈര്യരാകരുത്, ലജ്ജിക്കരുത്. നമ്മൾ അഭിമാനത്തോടെ ആ സഹനങ്ങൾ ഏറ്റെടുക്കണം. ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ, ജീവിത സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാ വേദനകളും കർത്താവ് ഏറ്റെടുക്കും. നമ്മുടെ എല്ലാ സഹനങ്ങളിലും കർത്താവ് കൂടെ നിൽക്കും. അവിടുത്തെ സ്വരം കേൾക്കുവാനും അവിടുത്തെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുവാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവെ, അവിടുത്തെ കരം ഈ ദാസരുടെ മേൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആത്മാവിൽ അവിടുന്ന് പ്രകാശം പകരണമേ. ഇവരുടെ ശരീരത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഇവരുടെ ഹൃദയത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്കാവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളെ അവിടുന്ന് കഴുകി വിശുദ്ധീകരിക്കുകയും തൊട്ട് സുഖപ്പെടുത്തുകയും ചെയ്യണമേ. അതിനായി ദിവ്യകാരുണ്യനാഥ അവിടുത്തെ ശക്തി ദാസരുടെ മേൽ ഇപ്പോൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്യുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,